ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ പിഗ്ലിൻ ക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സീക്രട്ട് ബേസ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ്. അപ്പോൾ നമുക്ക് തന്നെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ താഴത്തെ സ്റ്റെപ്പ് ഇറങ്ങട്ടെ. ഗായ്സ്, ഈ വലിയ മലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പക്ഷെ ഒരു സംഭവം ഉണ്ട്, കാണിച്ചു തരാം. അവിടെ ഞാൻ പോണ കണ്ടില്ലേ, അവിടെ നിങ്ങൾക്ക് ഒന്നും തോന്നില്ല. അവിടെ നമ്മൾ നേരെ നമ്മുടെ ഒരു റെഡ് സ്റ്റോൺ ടോർച്ച് വെച്ചാൽ മതി. ഞാൻ തുറക്കും ഗൈസ്, ഒരെണ്ണം വെച്ചു. ഇതൊന്ന് പൊട്ടിക്കട്ടെ. കാരണം അകത്ത് വേറൊരു റെഡ് സ്റ്റോൺ ഓൾറെഡി തുറന്നിട്ടുണ്ടായിരുന്നു സൈഡിൽ. ഞാൻ ഓൾറെഡി അടയ്ക്കണം. ഞാൻ ഒന്നും കൂടി അടയ്ക്കാം. കണ്ടില്ല ഗൈസ്, തുറന്നു. തുറന്നു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ പണിത സിമ്പിളൊക്കെ ഉണ്ട്. ഞാൻ വെറുതെ ഒന്ന് പണിതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ആ പൂട്ടിട്ടേക്കണ സിമ്പിള് കൊതുകിൻ്റെ ശല്യം ഉണ്ടാവും വെച്ചിട്ട് ഗൈസ്. ഉണ്ടാക്കിയേക്കണേന്ന് നോക്കാം. അതിൻ്റെ മെക്കാനിസം ഞാൻ മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാം പൊട്ടിച്ചിട്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. തിരിച്ചു വയ്ക്കാം. അത് നമ്മുടെ അകത്ത് ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്, ഓഫ് ബട്ടൺ. നമുക്ക് പ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് വരാം ഗൈസ്. നിങ്ങൾക്ക് ഈ ഓഫ് ബട്ടൻ്റെ കാര്യം പ്രഷർ പ്ലേറ്റും വെക്കാം. അതൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗൈസ്. ഇപ്പോൾ കണ്ടിലടഞ്ഞു. നേരെ നമ്മുടെ റെഡ് സ്റ്റോൺ ടോർച്ച് പൊട്ടിച്ചാൽ മതി. അപ്പോൾ ഈ നേരെ നമുക്ക് ഉണ്ടാക്കണ വീഡിയോക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തൊരു പ്ലെയിൻ പ്ലേസ് എന്ന് പറയാൻ പറ്റില്ല. ഒരു മലയില്ലേ, മലേൻ്റെ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. കുറച്ച് ഇതായിട്ടുള്ളത്, പ്ലെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കി തുടങ്ങാം. ഫസ്റ്റ് നമ്മുടെ 2 ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിക്കുക. 3 ബ്ലോക്ക് പൊട്ടിച്ച് പറയാതെ 2 ബ്ലോക്ക് ഇവിടെ നോക്കട്ടെ. ഒരെണ്ണം വെച്ച് ഗൈസ്. അപ്പോൾ നമുക്ക് 2 ബ്ലോക്ക് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഇനി പൊട്ടിക്കണം. 1 2 3. അപ്പോൾ ഗൈസ്, ഇനി സൈഡിൽ 4 ബ്ലോക്ക് ഇല്ലേ, സൈഡത്തെ ഈ റൈറ്റ് സൈഡിൽ അത് 2 വട്ടം നമ്മൾ വേഗമാക്കണം, പൊട്ടിക്കണം. ഇവിടെയും അത് നമ്മുടെ ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത് വേണ്ട പറഞ്ഞാൽ സ്റ്റിക്കി പിസ്റ്റൺ ആണ്. നമ്മുടെ സ്റ്റിക്കി പിസ്റ്റൺ എടുത്തിട്ട് ഇവിടെ വയ്ക്കാം. ഇങ്ങനെ മുകളിലും താഴ്ത്തും ഇട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ആ സൈഡിൽ, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഈ സ്റ്റിക്കി പിസ്റ്റൺ നേരെ തന്നെ തിരിച്ചു വയ്ക്കാം. 1 2. എന്നിട്ട് ഇനിയെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് വേണം, സ്റ്റോൺ അല്ലെങ്കിൽ ഗ്രാവലാകുമ്പോൾ പൊടിഞ്ഞു വീഴും. അതാണ് പ്രശ്നം. ഇവിടെ 2 വെച്ചിട്ടുണ്ട് ഗ്രാവൽ. ഇനിയെന്ന് പറയുമ്പോൾ ഈ 2 ഗ്രാവൽ വെച്ച് കഴിഞ്ഞാൽ ഗ്രാവലിൻ്റെ നേരെ മുകളിലേക്ക്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഗ്രാവലിൻ്റെ നേരെ മുകളിലേക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണിച്ചു ഗൈസ്. ഇപ്പോൾ പൊട്ടി. അപ്പോൾ നമുക്കിനി മുകളിലൊരു ലെയറും കൂടി പണിയേണ്ടി വരും ഗൈസ്. ഇവിടെ ഇങ്ങനെ നമുക്ക് പണിയാം. ഇപ്പോൾ നമ്മുടെ ഡേർട്ട് തന്നെ എടുത്തിട്ട് നമ്മൾ പണിയാൻ പോവാണ്. അതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. കുറച്ച് അതേ വെക്കേണ്ട, ഡൗട്ട് അടിക്കാൻ പാടില്ല ഇവിടെ ബേസ് ഉണ്ടെന്ന്. അതിനപ്പോൾ മലേൻ്റെ രീതിക്ക് ഒരു ഇതിൽ വെച്ചാൽ മതി. അധികം മലയായിട്ടില്ല എനിക്കറിയാം, എന്നാലും ഇതായിട്ട് മുകളിലടയ്ക്കാം. നമുക്ക് മുകളിലടയ്ക്കാം ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം ഗൈസ്. നമ്മുടെ ഫസ്റ്റ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് പോലെ തന്നെ ആവണം. അപ്പോൾ നമ്മൾ മുകളിലത്തെ ഇപ്പോൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നമ്മൾ ആദ്യം താഴത്ത് പൊട്ടിച്ച പോലെ തന്നെ 4 ഇത് പൊട്ടിക്കണം. അപ്പോൾ പൊട്ടിക്കണതിന് മുന്നേ തന്നെ നമുക്ക് ഇത്ര ഗ്യാപ്പ് വേണ്ട. നമുക്ക് 2 ഇട്ടിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കാം, ഗൈസ്. ഇനി ഇതിൻ്റെ മുകളിൽ ഈ സ്റ്റിക്കി പിസ്റ്റൺ വെച്ചതിൻ്റെ മുകളിൽ 4 ബ്ലോക്കില്ലേ, ഒരു സ്ക്വയർ പോലെ, അതിങ്ങനെ 2 വട്ടം ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്കി പിസ്റ്റൻ്റെ ആ വുഡിൻ്റെ ഭാഗം ടീ വരുന്ന പോലെ ആവും. അവിടെ പൊളിഞ്ഞു. ഇവിടെ ടീ വരുന്ന പോലെയാവും. ഈ അടുത്ത പരിപാടി പറയുമ്പോൾ നമ്മുടെ ഗ്രാവൽ ഇതിൻ്റെ മുകളിൽ ഒരു 7 അല്ല 7 ഒന്നും കൂടി വന്ന പോലെ നമുക്ക് വെച്ചുകൊടുക്കാം. ചിലപ്പോൾ ഇത് പൊടിഞ്ഞു വീഴും, അറിയില്ല കേട്ടോ ഗൈസ്. പൊടിഞ്ഞു വീഴുന്നുണ്ട് ഗൈസ്.
അപ്പോൾ നമുക്ക് സ്റ്റോൺ തന്നെ വെക്കേണ്ടി വരും. സ്റ്റോൺ നമുക്ക് എടുക്കാൻ പോയിട്ട് സ്റ്റോൺ കിട്ടി ഗൈസ്. നമുക്ക് ഗ്രാവലിൻ്റെ ഒരു സ്റ്റോൺ ആക്കി. ഇതിപ്പോൾ ഏത് സ്റ്റോണും ഗ്രാവലും ഇതിലിപ്പോൾ ഏതാ ഗൈസ്? സ്റ്റോൺ ഗ്രാവൽ ആകെ കൺഫ്യൂഷൻ ആയിക്കാണ്. അപ്പോൾ സ്റ്റോൺ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഗ്രാവൽ നമുക്ക് എവിടെയും പ്ലേസ് ചെയ്യാം. ഇവിടെ പ്ലേസ് ഉണ്ട്. നമ്മുടെ റിപ്പീറ്ററും എടുത്തിട്ടുണ്ട്. നമ്മൾ റിപ്പീറ്റർ ആണല്ലോ, റെഡ് സ്റ്റോൺ റിപ്പീറ്റർ വേണം. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഞമ്മ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ റെഡ് സ്റ്റോൺ ടെസ്റ്റ് ഇല്ലേ, അത് ഞാൻ ചെയ്യണ പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. അതിൻ്റെ മുകളിൽ ഇതും ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ കാണിച്ചു തന്നൊരു മെക്കാനിക്സാണ് ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ. ഒന്ന് ഇങ്ങനെ റെഡ് സ്റ്റോൺ തെറ്റിയാൽ മൊത്തം പൊട്ടും. എന്നിട്ട് നമ്മൾ റിപ്പീറ്ററിൽ 2 ടിക്ക് കൊടുക്കുക ഗൈസ്. 3 ടിക്കായ 2 എടുക്കുക. 1 2 ഗൈസ്, 2 ടിക്ക് കൊടുക്കുക റെഡ് സ്റ്റോൺ റിപ്പീറ്ററിൽ. എന്നിട്ട് നമുക്ക് ഇനി അടുത്ത വരുമ്പോൾ പറയുമ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ മൂടാം. ഇനി ഫ്രണ്ടിൽ നേരെ ബാക്കിലേക്ക് പോയിട്ട് നമ്മുടെ 3 ബ്ലോക്ക് ഇടവിട്ടിട്ട് ഒരു അപ്പുറത്ത് 4ാമത്തേൽ നമ്മുടെ റെഡ് സ്റ്റോൺ ടോർച്ച് വെക്കണം ഗൈസ്. റെഡ് സ്റ്റോൺ ടോർച്ച് 3 4 4ാമത്തേൽ റെഡ് സ്റ്റോൺ ടോർച്ച് വെക്കണം. വയ്ക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. അതിൻ്റെ സൈഡത്തേൽ പൊട്ടിക്കണം. അല്ലാത്ത നിങ്ങൾക്ക് അത് പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഒരു കുഴിച്ച് പോവുകയാണ്. 2ാമത്തെ ബ്ലോക്കിൽ ഇങ്ങനെ കുഴിച്ച് പോകുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ അത് ഇരിക്കേണ്ടതെന്ന് പൊട്ടിക്കണേ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പൊട്ടിച്ചാൽ അവിടെ കാണാൻ പറ്റും ഇരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും പൊട്ടിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്നും പൊട്ടിക്കാം. ഏതായാലും കുഴപ്പമില്ല. അതിനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പൊട്ടിക്കാം. എന്താ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പൊട്ടിച്ച് കാണിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല, അറിയുക തന്നെ. ഗൈസ് ഇനിയിപ്പോൾ ഇവിടെ പിന്നെ പണിത് കഴിഞ്ഞു, അല്ല റെഡ് സ്റ്റോൺ വെച്ച് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു റൂം ഉണ്ടാക്കണം. വലിയ റൂം ഞാൻ ഇൻട്രോയിൽ കാണിച്ചെന്ന മെക്കാനിസം മൊത്തം വയ്ക്കാനുള്ള ഒരു റൂം, ആ പിസ്റ്റണും ഒബ്സർവറും എല്ലാം വയ്ക്കാനുള്ള ഒരു റൂം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് അങ്ങനെ കുഴിച്ചാൽ നിങ്ങളുടെ രീതിക്കൊരു അത്യാവശ്യം നിങ്ങൾ വിചാരിക്കണ രീതിയിൽ കുഴിക്കാൻ പറ്റുമെങ്കിൽ അതാ സ്റ്റിക്ക് പൈത്തൺ കൊള്ളണ രീതിക്ക് ഒരു റൂം, അത്യാവശ്യം കുഴപ്പമില്ല, ഒരു കുഞ്ഞ് റൂം ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് മാത്രം ഇതിൻ്റെ അകത്ത് ബേസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ബേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സർവൈവൽ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ ഇത് മാറ്റി വയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ ആർമറൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഇതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ക്രിയേറ്റീവിലിട്ട് അത് പണിതത്. ഇതിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ക്രിയേറ്റീവിലിട്ട് ഇത് പണിതത്. അപ്പോൾ നമുക്കിവിടെ മുകളിൽ നമുക്കിങ്ങനെ പൊട്ടിച്ചു കൊടുക്കാം. അവിടെ വലിയൊരു കുഴിയുണ്ട് ഗൈസ്. ഇനി മുകളിൽ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കും. കാരണം നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ മുകളിലേക്ക് ഇതാക്കാൻ വേണം. പിന്നെ ആ സൈഡിൽ ആ റെഡ് സ്റ്റോണിന് കണക്ഷൻ കൊടുക്കാൻ വേണം. ഗൈസ് അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഓട്ടയില്ല മൂടുക, എന്നിട്ട് അവിടെ ഒരു ബ്ലോക്ക് ഇട്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് ബ്ലോക്ക് ഇടുക. ഇപ്പോൾ ചെയ്യണ പോലെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ റെഡ് സ്റ്റോൺ ഡസ്റ്റ് കൊടുക്കുക. അപ്പോൾ വർക്ക് ചെയ്യുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റിക്കി പിസ്റ്റൺ ഇല്ലേ, അത് നേരെ വയ്ക്കുക. അപ്പോൾ അതിങ്ങനെ വർക്കാവും. നമ്മുടെ ഒബ്സർവർ ഇല്ലേ, ഒബ്സർവർ അത് എടുത്തിട്ട് അതിൻ്റെ ബാക്കിക്ക് വരുന്ന ആ റെഡ് കളർ ബൾബ് പോലത്തെ സംഭവം എന്താ നേരമാണ് അറിയില്ല, അത് വന്നിട്ടില്ല ഗൈസ്. നമുക്ക് നേരമാണ് വയ്ക്കാം. ലാൻഡർ ഉണ്ട് കേട്ടെ, വന്നിട്ടില്ല ഗൈസ് നേരമാണ്. നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോഴും വന്നിട്ടില്ല. ആ ഗൈസ് ഇങ്ങനെ വരും നിങ്ങൾ ആ ബാക്കിൽ വരുന്ന ആ റെഡ് കളറ് ബൾബ് എന്ന് പറയുമ്പോൾ. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ വെക്കണ പോലെ തന്നെ പിസ്റ്റൺ വെക്കുക, സ്റ്റിക്കി പിസ്റ്റൺ.
എന്നിട്ട് അവിടെ റെഡ് സ്റ്റോൺ വെച്ച് കൊടുക്കുക. റെഡ് സ്റ്റോൺ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ റെഡ് സ്റ്റോൺ ഡസ്റ്റ് ഇല്ലേ, അത് നിങ്ങളുടെ ചുമര് എത്ര വരുന്ന ആ രീതിക്ക് വെക്കുക. എൻ്റെ ചുമര് ഇപ്പോൾ കറക്റ്റ് ആണെങ്കിൽ അപ്പോൾ 2 എണ്ണം വെക്കേണ്ടി വരും എന്തായാലും. എന്നിട്ട് ഇവിടെ ഒരു ഇത് വയ്ക്കുക, സ്റ്റോൺ വയ്ക്കുക. എന്നിട്ട് മുകളിലേക്ക് നിങ്ങൾ നേരെ ഇങ്ങനെ കണക്ഷൻ കൊടുക്കുക. മുകളിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ പൊട്ടിക്കേണ്ടി വരും, ഇതിൻ്റെ ഇഞ്ച് മുകളിൽ, കാരണം ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗൈസ് ഇവിടെ കണക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുന്നേ വെച്ച പിസ്റ്റൺ അവിടെ ബ്ലോക്കായി നിൽക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ ഡൗൺ ആക്കി കാണിക്കാം. കണ്ടില്ല ഗൈസ്, ഇതിപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ മുകളിലത്തൊക്കെ മൂടാം ഗൈസ്. ഇങ്ങനെ നമുക്കിങ്ങനെ മൂടാം. എന്താ അതാ ഇതെങ്ങനെയാ ഇപ്പോൾ? ഇപ്പം ഗൈസ് ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ സൈഡിൽ നമുക്ക് ഇനി അങ്ങോട്ട് പോവാനുള്ള സ്ഥലമില്ല. അപ്പം നമ്മളിത് വെറുതെ ഇവിടെ കുഴിച്ചു. ഇവിടെ കുഴിക്കണം ഗൈസ്. അപ്പം ഇങ്ങനെ ഞാൻ ചെണ പോലെ കുഴിച്ചിട്ട് നമ്മുടെ ഓക്ക് ബട്ടൺ ഇല്ലേ, ഓക്ക് ബട്ടൺ വേണം അവിടെ. ഓക്ക് ബട്ടൺ എടുത്തിട്ട് നേരെ വയ്ക്കാം. നമുക്ക് ഇനി പിസ്റ്റൻ്റെ ആവശ്യമില്ല, പിസ്റ്റൺ നിങ്ങൾക്ക് കളയാം. ഓക്ക് ബട്ടൺ എടുത്തിട്ട് ഞാൻ വെക്കണ പോലെ ഇങ്ങനെ വയ്ക്കുക ഗൈസ് ആ ബ്ലോക്കിൽ. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ ബ്ലോക്കൊക്കെ ഇങ്ങനെ കുഴിച്ച് കളയുക. നമ്മുടെ ആ സൈഡത്തെ പിസ്റ്റൺ എടുക്കുന്ന വരെ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ റെഡ് സ്റ്റോൺ ഡസ്റ്റ് ഇങ്ങോട്ട് കണക്ട് ചെയ്യണം ആ ഓക്ക് ബട്ടൻ്റെ അവിടെ. അതെന്ന് പറയുമ്പോൾ അത് അമർത്തിയാലാണ് ഇത് ക്ലോസ് ആവുക. അവിടെ അത് ക്ലോസ് ആവുക. ഇനി നമുക്ക് ആ ബട്ടൺ ഇതൊക്കെ ക്ലോസ് ചെയ്യാം. ഇവിടെയൊക്കെ ആദ്യം നമുക്ക് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് വൈസ് നമ്മളെ ബട്ടൺ നമുക്ക് അമർത്തി വെക്കാം. എന്താ വർക്ക് ചെയ്യാത്ത? അതാ ഇപ്പം എന്താ ഗൈസ്? പിന്നെയും തെറ്റ് പറ്റിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നോക്കാം ഇവിടെ എന്താ പറ്റിയെന്ന് അറിയില്ല. അവിടെ ബ്ലോക്ക് നിൽക്കുകയാണ്. നമുക്കൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും പറ്റുമെന്ന്. കിട്ടി ഗൈസ്. അറിയുമ്പോൾ നമ്മുടെ ആ സൈഡത്തെ 2 ബ്ലോക്കില്ലേ, അത് നമുക്കിങ്ങനെ പൊട്ടിച്ച് കളയേണ്ടി വരും. അതാണ് പ്രശ്നം പറ്റിയത്. ഫസ്റ്റ് അവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ കറക്റ്റാണ്. അവിടെ നമുക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം. പിന്നെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 2 ബ്ലോക്ക് നമുക്കിങ്ങനെ പൊട്ടിച്ച് കളയാം. ഈ രണ്ടാമത്തെ 2 ബ്ലോക്ക് മുകളിലത്തെ എന്നിട്ട് പുറത്തേക്ക് എടുക്കുക ഗൈസ്. എന്നിട്ട് അതുപോലെ തന്നെ തിരിച്ച് വയ്ക്കുക. അവിടെ റെഡ് സ്റ്റോൺ പൊട്ടിക്കുക ഗൈസ്. നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി വെച്ചൊക്കെ നമുക്ക് വെച്ച് കണ്ടില്ലേ ഗൈസ്, നമ്മുടെ ബേസ് തുറന്നു. ഇത്രയ്ക്ക് ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗൈസ്. ഇത് നിങ്ങളുടെ ഒരു രീതിക്ക് ഇനി ബേസിൻ്റെ എൻട്രൻസ് തന്നെ നിങ്ങൾക്ക് ഇനി അപ്പുറത്തേക്ക് ഒഴിച്ച് പോയി കുറേ റൂമും സ്വിമ്മിംഗ് പൂളും എന്തെങ്കിലും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് കുറേ വാല്യുബിൾ ആയിട്ടുള്ള ബ്ലോക്സൊക്കെ വെക്കാം. നമ്മുടെ നെതർ പിക്കാക്സ് ഇല്ലേ, നെതറൈറ്റ് പിക്കാക്സ് അത് വെക്കാം. പിന്നെ സോഡ് വെക്കാം. ഗൈസ് കണ്ടില്ലേ, ഞാൻ ആ ബട്ടൺ അമർത്തിയപ്പോൾ തടഞ്ഞത്. അപ്പോൾ ഇത് ബ്ലോക്കായി ഗൈസ്. അകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ആക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ആക്കാം. ഇതിപ്പോൾ തുറന്ന് ഇതാകും, പുറത്തേക്ക് കിടക്കുക ഗൈസ്. അപ്പോൾ ഒക്കെയാണെന്ന് പറയുന്നത് ഇത് ഈസിയാണ് ഉണ്ടാക്കാൻ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ദൂരത്തുനിന്ന് ഇങ്ങനെ ഇപ്പോൾ എവിടെയെങ്കിലും പോവാൻ നിൽക്കുക, പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ കറങ്ങടിച്ചിട്ട് വരികയെന്ന് നിൽക്കുക. നിങ്ങളുടെ എല്ലാ വാല്യുബിളായിട്ടുള്ള ബ്ലോക്ക് ബേസ് അതിൻ്റെ അകത്ത് വയ്ക്കുക. ഇതിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടാന്ന് വയ്ക്കുക. ഫ്രണ്ടിന് എവിടെയും കണ്ടുപിടിക്കാനില്ല നിങ്ങളുടെ ബേസ് എവിടെ ഇപ്പോൾ കറക്റ്റായിരിക്കണേന്ന്. കാരണം അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. നിങ്ങളുടെ ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു മൗണ്ടൈനിൽ കൊണ്ടുപോയി ഉണ്ടാക്കുക. എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ബേസ് വിൻ്റർ മൗണ്ടെയ്ൻസിൽ നല്ലതെന്ന് തോന്നുന്നത് കുറച്ചും കൂടി. അവിടെ ആകുമ്പോൾ ഒട്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതിനെക്കാട്ടും. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ റെഡ് സ്റ്റോൺ ഇപ്പോൾ ഇവിടെ വെച്ചാൽ തുറന്നു തരും. അകത്തേക്ക് കയറുക, അവിടെ ബട്ടന് വയ്ക്കുക, അടയത് ഗൈസ്. അപ്പോൾ ഇത്രയും ഈസിയാണ് ഇത് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. വീഡിയോ ഒന്നും ഇടില്ല, എന്നാലും നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ഇനി ക്ലോസ് ചെയ്യണം. ഇത് വെച്ചിട്ട് നമ്മുടെ സ്റ്റോൺ വെച്ചിട്ട് ഇനി എല്ലാം ക്ലോസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബട്ടൺ അമർത്തുക. അയ്യോ, ബട്ടൺ അമർത്തിട്ട് എന്നിട്ട് ഗൈസ് ഇവിടെ അല്ല വെക്കേണ്ടത് ഗൈസ്, ശരിക്കും അവിടെയാണ് ഇതെന്ന് പറയുമ്പോൾ. അയ്യോ, ഇത് വെറുതെ പൊട്ടിച്ചു. അവിടെ റെഡ് സ്റ്റോൺ വയ്ക്കുക, റെഡ് സ്റ്റോൺ ഡസ്റ്റ് വയ്ക്കുക. ഇവിടെ അല്ല ശരിക്കും ബട്ടൺ വേണ്ടേ. ഇവിടെ നമ്മുടെ സ്റ്റോൺ വെച്ച് കവർ ചെയ്യുക ഗൈസ്. ഇവിടെയാണ് ആ മതിൽ വരേണ്ടത് ഗൈസ്. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ബട്ടൺ അമർത്താം, സുഖമായിട്ട് പോകാം ഗൈസ്. അതാ പിന്നെയും പെട്ടാ, നമ്മൾ പിന്നെയും പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കിയാൽ കയ്യിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ക്ലോസ് ചെയ്തു, ഓടിക്കോ. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ആ ബട്ടൻ്റെ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ കൂടെ കണക്ട് ചെയ്ത് പ്രഷർ പ്ലേറ്റും വെക്കാം. അതാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നല്ലത്. അല്ല, നിങ്ങൾ ക്രിയേറ്റിവിറ്റി ഇതാക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.